വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്താവുകയാണ്. 2 ആൺകുഞ്ഞുങ്ങളാണ് മരിച്ചത്. ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നാണ് അമ്മ അനീഷയുടെ മൊഴി. പൊക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയിരുന്നു എന്നും കൂടി അമ്മ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിയെ എന്നാൽ കൊലപ്പെടുത്തുകയായിരുന്നു. അനീഷ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുത്തു എന്ന സംശയത്തെ തുടർന്നാണ് ആൺ സുഹൃത്ത് ഭവിൻ അസ്ഥി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നും റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പറഞ്ഞു. കസ്റ്റഡിയിലുള്ള ഇരുവരെയും ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. സാനു കെ സജീവ് ചേരുന്നു വിവരങ്ങളുമായി. സാനു, ഇന്നലെ രാത്രി 12:30 ഒരു ചെറുപ്പക്കാരൻ ഒരു ബിഗ് ഷോപ്പറിൽ കുറച്ച് അസ്ഥികളുമായിട്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടുകൂടിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങിയത്. അതായത് ഒരു ബിഗ് ഷോപ്പറിൽ അസ്ഥിയുമായി എത്തി ഇത് തന്റെ കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണെന്ന് പോലീസിനോട് ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്തുമ്പോൾ പോലീസ് ഇത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഈ മനുഷ്യന്റെ ആണോ ഈ അസ്ഥി എന്നുള്ള കാര്യത്തിൽ ഒരു വിദഗ്ധരെ കൊണ്ട് പരിശോധന നടത്തി അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് പോലീസ് അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തുടങ്ങുന്നത്. അതായത് 2020 ഭവിനും അതേപോലെ തന്നെ പെൺസുഹൃത്തായിട്ടുള്ള അനീഷയും തമ്മിൽ ഫേസ്ബുക്കിലൂടെ ബന്ധപ്പെടുന്നു. ഇവർ തമ്മിൽ പരിചയപ്പെടുന്നു. തുടർന്നാണ് ഇവരുടെ സൗഹൃദം മുന്നോട്ട് പോവുകയും പല ഘട്ടങ്ങളിലായിട്ട് ഇരുവരും ഒന്നിച്ച് താമസിക്കുകയും ഇവരുടെ സൗഹൃദം വളരെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഇവർക്കൊരു ആദ്യഘട്ടത്തിൽ ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടു എന്നാണ് അനീഷ അതായത് കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച അനീഷ ആദ്യഘട്ടത്തിൽ പോലീസിനോട് മൊഴി നൽകിയത്. പൊക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു കുട്ടിയുടെ ജനനം എന്നായിരുന്നു. ശുചിമുറിയിലാണ് ജനനം ഉണ്ടായതെന്നും അനീഷ പോലീസിനോട് വെളിപ്പെടുത്തുന്നു. തുടർന്ന് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നു. ആ രണ്ടാമത്തെ കുട്ടീനെ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യത്തെ കുട്ടീനെ അനീഷ മറവ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ കുട്ടീനെ മറവ് ചെയ്യുന്നത് ഭവിനാണ്. ഇതിനുശേഷം രണ്ടാമത്തെ കുട്ടിയുടെ ജനനത്തിന് ശേഷം ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ വിള്ളലുകൾ സംഭവിക്കുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം പോലും ഇരുവരും തമ്മിൽ വലിയ വാക്കേറ്റമൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഭവിൻ ഈ അസ്ഥികൾ, അതായത് തന്ത്രപൂർവ്വം അനീഷയുടെ പക്കൽ നിന്നും ഈ അസ്ഥികൾ ഈ ഭവിൻ കൈക്കലാക്കുകയായിരുന്നു. എന്നിട്ട് ഇത് കടലിൽ മറവ് ചെയ്യണം, അത് ചില ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് ഇത് കടലിൽ നിമജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അനീഷയുടെ പക്കൽ ഉണ്ടായിരുന്ന അസ്ഥി ഭവിൻ കൈക്കലാക്കുന്നത്. തുടർന്ന് ഇത് ബിഗ് ഷോപ്പറിൽ ഭവിന്റെ വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. അനീഷ മറ്റൊരു വിഭാഗത്തിന് തയ്യാറെടുക്കുന്നു എന്ന സംശയത്തെ തുടർന്നാണ് അനീഷനെ കുടുക്കുന്നതിലേക്ക് ഈ ഭവിൻ എത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇരുവരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇരുവരെയും ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. കൊലപാതകം, രണ്ടാമത്തെ കുട്ടിയുടെ കൊലപാതകം എന്ന് പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ കുട്ടിയുടെ മരണമാണോ അല്ലെങ്കിൽ മറിച്ച് കൊലപാതകമാണോ എന്ന കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ അന്വേഷണം നടന്നു വരികയാണ്. എന്തായാലും മറ്റൊരു കാര്യം കൂടെ ജില്ലാ പോലീസ് മേധാവി പറയുന്നു. ഈ മൃതദേഹങ്ങളൊന്നും പുറത്തെടുക്കാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ലാതെ അതൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളോട് വേണം ഇത് കൊലപാതകമാണോ, ഈ കുട്ടികളുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിലേക്ക് അടക്കം എത്തേണ്ടതെന്ന് പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും ഇരുവരെയും ജില്ലാ പോലീസ് മേധാവി അതേപോലെ തന്നെ ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ പുതുക്കാട് SHOയുടെ നേതൃത്വത്തിലും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അനു, ശരി സാർ.